എല്ലാവർക്കും നല്ലത് വേണം. ആ നല്ലതുണ്ടാവാൻ നമ്മൾ കേവലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യം ആവുകയില്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ എത്ര ദർശനം നടത്തിയാലും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ മാറാത്തൊടുത്തോളം കാലം ജീവിതത്തിൻ്റെ പുരോഗതി നിങ്ങൾക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. അപ്പം മനസ്സിലാക്കണം, ജീവിതം നന്നാവണമെങ്കിൽ ദുരിത ചിന്തകൾ മാറണം. ഇപ്പം നിങ്ങളൊക്കെ ഗുരുവായൂരിൽ വന്നു. ഈ ഗുരുവായൂരിൽ വന്ന് നിങ്ങൾ പോകുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പം ഭക്തൻ ഒരിക്കലും മാനസികമായി ഉറക്കെ പറയൂ തളരുകയില്ല. ദുരിതം വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദുരിതത്തിൻ്റെ തീവ്രത കുറയണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഭഗവാൻ വേദവ്യാസ മഹർഷി 6-ാം സ്കന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ അജാമിളോപാഖ്യാനം എന്നൊരു കഥ അവതരിപ്പിക്കുകയാണ്. കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. പണ്ടൊരു ബ്രാഹ്മണൻ, അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വാട്സാപ്പ് ബന്ധം കൂടി ഉണ്ടായി. ഇന്നിപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ കഥയുടെ രൂപങ്ങളൊക്കെ മാറ്റണമല്ലോ. അപ്പം അന്ന് കാട്ടുന്നാണ് ബന്ധം ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ വാട്സാപ്പിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടായി. സ്വന്തം ഭാര്യയൊക്കെ വിട്ട് അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങി. അവളുടെ കൂടെ ഈ ജീവിതം, അതിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ തുടങ്ങി. നല്ല കാലം അതിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവീകമായ പേരുകൾ കൊടുത്തു എന്നാണ്. ഇന്നത്തെ പോലെ ഗൂഗിൾ പേരുകളായിരുന്നില്ല. ഇന്നെല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഓരോരോ പേരുകൾ കണ്ടുപിടിക്കുക, അല്ലേ? അതുകൊണ്ട് അവസാനം കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ അറിയില്ല എൻ്റെ പേരെന്താന്ന്. ഇപ്പോഴത്തെ കുട്ടികളോട് പേര് ചോദിച്ചാൽ അത് അമ്മയുടെ മുഖത്തേക്ക് എന്താ പേരമ്മയെന്ന്. കാരണം ഇതിന് കടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെ ഇട്ടിരിക്കണത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അദ്ദേഹം ദൈവീകമായ പേരുകളൊക്കെ കുട്ടികൾക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തേലും ഉണ്ടായി 10 എണ്ണം എന്നാണ്. അന്ന് സ്ത്രീകൾക്ക് ദാരിദ്ര്യമില്ലാത്ത പ്രസവത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലവർ ധാരാളം സമ്പന്നരായിരുന്നു. ഇപ്പം എല്ലാ വർഷവും ഓരോരുത്തർ ഇറങ്ങി വരും. അങ്ങനെ 10ാമത്തെ കുട്ടിക്ക് പേരിട്ടു നാരായണൻ എന്ന് പേരിട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാരായണ വിളിച്ച് ബ്രാഹ്മണൻ, രാജാവിൻ്റെ കഥയിലേക്ക് പോവുകയാണ്. ബ്രാഹ്മണൻ എന്തോ പൂർവ്വജന്മ സുഹൃതായിരിക്കാം, അദ്ദേഹത്തിന് നാരായണ സ്മൃതിയൊക്കെ ഇത്തിരി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാനായിട്ട് ഈ കാലൻ്റെ ആളുകൾ വരുന്നു, യമദൂതന്മാർ വരുന്നു. അങ്ങനെ യമദൂതന്മാർ വരിഞ്ഞ് പിരിഞ്ഞ് കൊണ്ടുപോകുമ്പോഴാണ് നാരായണ എന്നൊരു വിളി പേടിച്ചിട്ട് ഇയാൾ ഉറക്കലറിയതും. അങ്ങനെ എന്തിനു പറയണു, യമദൂതന്മാരെ തടുത്തുകൊണ്ട് വിഷ്ണുദൂതന്മാർ വരുന്നു. വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലൊരു ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടൊരു തർക്കം. പറഞ്ഞു, നാരായണൻ എന്ന് ജപിച്ചിട്ടുണ്ടെങ്കിൽ സർവപാപൈ പ്രമുച്യതേ, പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പണി സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ പറഞ്ഞു, തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് എന്നിട്ട് നാരായണ വിളിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തരാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിട്ടുതരാൻ ഞങ്ങളാരും തയ്യാറില്ല, കാരണം അത്രയും തോന്നിവാസം ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ യമരാജാവിനോട് ചോദിച്ചു നോക്കാൻ. അങ്ങനെ യമരാജാവിനോട് ചോദിച്ചപ്പോൾ യമരാജാവ് പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചാൽ പാപത്തിൽ നിന്നും മുക്തരായി, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിട്ടോളൂ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വിട്ടു എന്നാണ് കഥ. ഇദ്ദേഹം അതിനുശേഷം അവിടെ നിന്നും ഹരിദ്വാറിലേക്ക് പോയി. നിങ്ങൾ 6-ാമത്തെ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ ഈ അജാമിളൻ്റെ ഈ ഒരു ഭാഗം നിങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. കാരണം അജാമിളൻ വൈകുണ്ഠത്തിൽ പോയി നോക്കിയാണ് കഥ പറയുക. പക്ഷേ ഭാഗവതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അജാമിളൻ അതിനുശേഷം ഇത് ജാതസ്സു നിർവേദ, ഈ 39-ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാം. ഇത് ജാതസ്സു നിർവേദ ക്ഷണസംഗേന സാധുഷു ഗംഗാദ്വാരമുപേയായ മുക്തസർവാനുബന്ധന. ഇദ്ദേഹം ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലേക്ക് പോയി എന്നാണ്. അവിടെ തസ്മിൻ ദേവസദനെ ആസീനോ യോഗമാസ്ഥിത, അവിടെ ഇരുന്നു കൊണ്ട്, ഇനിയിപ്പം ഭാര്യയില്ല മക്കളുമില്ല ആരുമില്ല, അവിടെ ഇരുന്നു കൊണ്ട് യുയോജമന,
മനസ്സിനെ യോജിപ്പിച്ചു, ഭഗവത് സ്മരണത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ അവസാനം ബ്രഹ്മണി അനുഭവാത്മനി, ബ്രഹ്മത്തെ അനുഭവിച്ചു എന്നാണ്. പിന്നീട് അദ്ദേഹം സ്വന്തം ശരീരത്തെ ഹിത്വാ കളേബരം തീർത്തുവേ ഗംഗായം ദർശനാഥനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനം. നരകയാതന അനുഭവിക്കേണ്ട ഈ അജാമിളൻ തൻ്റെ ശരീരത്തെ ഗംഗയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായി എന്നാണ് കഥ. എന്താണ് ഈ അജാമിളൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു കാര്യം ഹിന്ദുമതം പഠിപ്പിക്കുന്നത്, മനുഷ്യ മനസ്സിലൊക്കെ ശ്രദ്ധിക്കണം, മനുഷ്യ മനസ്സിലൊക്കെ പല വിധത്തിലുള്ള ദുർബലതകൾ, വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പലരും അയവിറക്കി ജീവിക്കുന്നത്. പലരുടെയും മനസ്സ് വീണ്ടും 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 ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അയവിറക്കും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെ അയവിറക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളെ അയവിറക്കും. എന്തെങ്കിലും അയവിറക്കിക്കൊണ്ട് നിങ്ങൾ നോക്കൂ, ചെറുപ്പക്കാരിൽ പോലും കാണാം, ജോലി ശരിയാവുന്നില്ല, വിചാരിച്ച ജോലി കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, അങ്ങനെ ഓരോരോ വിഷമങ്ങൾ അതൊക്കെ അയവിറക്കി ആവർത്തിച്ച് അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ ചിന്തയാണ് യമപാശമെന്ന് മനസ്സിലാക്കണം. ഏതാണ് യമപാശം? ചിന്തയാകുന്നു യമപാശം. ശ്രീരാമസ്വാമി സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സീതാദേവി ലങ്കയിലുണ്ടെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ വാനര പടയെല്ലാം രാമേശ്വരം കടൽ തീരത്തെത്തി. അങ്ങനെ പരന്ന് കിടക്കുന്ന സാഗരം, ആഴമുള്ള സാഗരം, ആ സാഗരത്തെ നോക്കിക്കൊണ്ട് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് ചോദിക്കണം, ലക്ഷ്മണ, ഈ കടൽ കടന്ന് സീതയെ കൊണ്ടുവരൽ നടക്കുന്ന കാര്യമാണോ? ഇത് വല്ലതും നടക്കുമോ? ഹനുമാൻ സ്വാമി ചാടിയതുപോലെ നമുക്ക് വാലുമില്ല, ചാടാൻ പറ്റുമോ? നമുക്ക് ഒരു തോണി എടുത്തിട്ട് അക്കരയ്ക്ക് പോയാൽ തോണിയിൽ എത്തിക്കാൻ പറ്റുമോ? എനിക്കൊരു എത്തും പിടിയുമില്ല ലക്ഷ്മണ, ഈ കാര്യത്തെ എങ്ങനെ സാധിപ്പിച്ചെടുക്കാം? കാരണം ഈ അറ്റത്ത് നോക്കിയാൽ അറ്റം കാണാത്ത പരപ്പിലാണ് ആര് കിടക്കുന്നത്? ഏത് കിടക്കുന്നത്? പല പുഴയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാം, ഇത് കടലാണ്. കടൽ കടന്ന് സീതയെ കൊണ്ടുവരൽ എളുപ്പമാണോ? അവതാര പുരുഷനായ രാമൻ പോലും ശങ്കിച്ചു എന്നാണ്. അല്പനേരം ഇതികർത്തവ്യ മൂഢനായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ എങ്ങനെ സീതയെ കൊണ്ടുവരും, എങ്ങനെ സീതയെ കൊണ്ടുവരും, എങ്ങനെ സീതയെ കൊണ്ടുവരും എന്ന് പരിഭവിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ശ്രീരാമസ്വാമി പരിഭവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഗംഭീരമായ ഒരു ഉപദേശം ഒരാൾ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ ഒരു സമയത്ത് ശ്രീരാമസ്വാമിയെ ഉപദേശിച്ചത് ആരാണെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ ഒരു സന്ദർഭത്തിൽ ശ്രീരാമസ്വാമി ഉത്തരം കിട്ടാതെ വിഷമിക്കുന്ന, എങ്ങനെ സീതയെ ഈ വലിയ പരപ്പുള്ള കടൽ കടന്ന് കൊണ്ടുവരും, അക്കരെ പോയി ലങ്കയിൽ പോയി കൊണ്ടുവരും എന്ന് വിഷമിച്ചുകൊണ്ട് അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമസ്വാമിയെ ആ സമയത്ത് ഉപദേശിക്കുന്ന ഒരാളുണ്ട് രാമായണത്തിൽ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ കർക്കിടകത്തിലും വായിക്കാറുണ്ടല്ലോ അല്ലേ? ആരാണ്? വിഭീഷണനോ? ജാമ്പവാനോ? ആരാണ്? ലക്ഷ്മണനോ? സുഗ്രീവൻ. ആരാ ഉപദേശിക്കുന്നത്? സുഗ്രീവൻ. ആ സുഗ്രീവനാണ് പറയുന്നത്, ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി എന്നാണ്. ഇത് ഓർത്ത് വയ്ക്കണം. ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. അനാവശ്യമായ ചിന്ത തന്നെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു
തടസ്സമായിട്ട് മാറും. തടസ്സം മനസ്സുണ്ടാക്കുന്നതാണ്. ഇത് തന്നെയാണ് യമപാശം. ഈ യമപാശത്തിലാണ് നമ്മളൊക്കെ ബന്ധിതരായിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലൊരു യമപാശം കെട്ടിയിട്ടുണ്ട്. അത് വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കും തോറും അതിൻ്റെ വലിവ്, മുറുക്കം അങ്ങോട്ട് കൂടും. വേണ്ടാത്ത ചിന്ത, അതുകൊണ്ടാണ് ആ വാക്ക് നോക്കൂ, പിരിമുറുക്കം എന്ന് പറയുക. മാനസികമായി അനാവശ്യമായി ചിന്തിച്ച് ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ അതിന് മലയാളത്തിൽ പറയുന്ന ഭാഷ പിരിമുറുക്കം എന്നാണ്. ഈ മനസ്സ് നമുക്കൊരു യമപാശം കെട്ടിക്കഴിഞ്ഞു. എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. ഇതിന് വലിഞ്ഞു മുറുകാതിരിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കണം. അങ്ങനെ വലിഞ്ഞു മുറുകുന്ന സമയത്തത് തിരിച്ചറിഞ്ഞ അജാമിളൻ ഉറക്കെ അലറിക്കൊണ്ട് പറയണു, നാരായണ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ പിരിമുറുക്കം തീരുമോ? ഇവിടെയാണ് സയൻസ്. 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാം ശ്ലോകം. ഇതൊക്കെ ഇത്തിരി ഒരു ശാസ്ത്രീയമായി ഉൾക്കൊള്ളാൻ പറ്റിയാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താം. പറയുന്നത് കർമ്മണ കർമ്മനിർഹാരം എന്ന്. വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. കർമ്മണ കർമ്മനിർഹാരം എന്ന്. ഇത് വേദവ്യാസ മഹർഷിയുടെ വാക്കുകളാണ്. ഒരു കർമ്മം കൊണ്ട്, കർമ്മം കൊണ്ട് മനസ്സിൽ, അതായത് നമുക്കിങ്ങോട്ട് വരേണ്ടുന്ന കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, മനുഷ്യന് വേണ്ടുന്ന പുരോഗതി, മനുഷ്യന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ, നല്ല സമയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർമ്മം കൊണ്ട്, കേവലം ബാഹ്യമായ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും നല്ലത് വേണം. ആ നല്ലതുണ്ടാവാൻ നമ്മൾ കേവലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യം ആവുകയില്ല. കർമ്മണ കർമ്മനിർഹാരം എന്ന് ആത്യന്തിക ഈശ്വതേ. അപ്പം കർമ്മം കൊണ്ട് കർമ്മനിർഹാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഒരു ബാഹ്യമായ കർമ്മം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒരു ജീവിതത്തിലെ തടസ്സത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ എത്ര ദർശനം നടത്തിയാലും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ മാറാത്തൊടുത്തോളം കാലം ജീവിതത്തിൻ്റെ പുരോഗതി നിങ്ങൾക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. കാരണം നിങ്ങൾ സയൻസ് ഉൾക്കൊള്ളുന്നില്ല. ഈ ജീവിത അനുഭവങ്ങളെ നിങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. മൈൻഡ് അട്രാക്റ്റ് ചെയ്യണം. ഇപ്പം ദുരിത ചിന്തകൾ വെച്ച് നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഉള്ളിലുള്ള ചിന്തകൾ അതുപോലെ വളരെ അലേർട്ടായിട്ടിരിക്കുന്ന സമയത്ത്, വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോമിനൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ആ ചിന്തകളുടെ തീവ്രത കാരണം ദുരിതങ്ങളെ നിങ്ങൾക്കൊരിക്കലും തട്ടിമാറ്റാൻ സാധ്യമല്ല. അപ്പം മനസ്സിലാക്കണം, ജീവിതം നന്നാവണമെങ്കിൽ ദുരിത ചിന്തകൾ മാറണം. ജീവിതം നന്നാവണമെങ്കിൽ ഏത് മാറണം? ചിന്തകൾ മാറണം. അതാണ് ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്ന ഉപദേശം. ചിന്തയുണ്ടാകരുതേതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. വെറുതെ അനാവശ്യമായി ചിന്തിക്കുന്നതാണ് പല ദുരിതങ്ങൾക്കും. ഇപ്പം നിങ്ങളൊക്കെ ഗുരുവായൂരിൽ വന്നു. ഈ ഗുരുവായൂരിൽ വന്ന് നിങ്ങൾ പോകുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കേവലം ഞാൻ തൊഴുതു പോയതുകൊണ്ട് തൽക്കാലമൊക്കെ ഒരു ആശ്വാസവും സമാധാനവും കിട്ടുമെന്നല്ലാതെ എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ഞാൻ മാറ്റിയെടുക്കാത്തിടത്തോളം കാലം ദുരിതങ്ങളുടെ തീവ്രതയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയണത്? മനസ്സിലാവുണ്ടോ പറയുന്നത്? ദുരിതത്തിന് യാതൊരു അവർക്ക് പറയൂ മാറ്റവും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കേവലയാ
ഭക്ത്യാ വാസുദേവ പരായണ. ഏതുകൊണ്ട് സാധിക്കും? ഭക്തി കൊണ്ട് സാധിക്കും. അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നാമജപം ചെയ്ത് 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 ഉള്ളിലുള്ള ചിന്തകൾ മാറ്റിമറയ്ക്കുന്ന സംസ്കാരത്തിൻ്റെ പ്രവൃത്തിയുടെ സാധനയുടെ പേരാണ് ഭക്തി എന്ന്. അപ്പം ഭക്തി എന്ന് പറയുന്നത് വെറുതെ തൊഴുതു പോകുന്നതിൽ ഒതുങ്ങുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് ഉള്ളിലുള്ള ദുരിത ചിന്തകൾ പോകുന്നതുവരെ അതിനെ പോക്കാനായി നിരന്തരമായി ചില അനുഷ്ഠാനങ്ങൾ, സാധനകൾ കൊണ്ടു നടക്കുന്നതിന് പേരാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭക്തി, നമ്മൾ അമ്പലത്തിൽ പോയാൽ ഭക്തി ഉണ്ടാവണമെന്നില്ല. അമ്പലത്തിൽ പോകുന്നതൊരു ഭക്തി ആവണമെന്നില്ല. അമ്പലവും ഭക്തിയും തമ്മിൽ യാതൊരു പറയൂ ഒരു ബന്ധവുമില്ല. അങ്ങനെ കരുതി ചെയ്യരുത്. അതുകൊണ്ട് അമ്പലത്തിൽ വരുന്നവരെയൊക്കെ ഭക്തജനങ്ങളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഈ ഉത്സവ സ്ഥലത്ത് വിളിക്കുന്ന പോലെയാണ്. ഭക്തജനങ്ങളെ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും അവർക്ക് ഭക്തജനങ്ങളാണ്. നമ്മളെല്ലാവരും ഭക്തജനങ്ങളാവണമെന്നില്ല. അപ്പം ഈ ഭക്തി എന്ന് പറയുന്നത് നാമജപം കൊണ്ട് ഉള്ളിലുള്ള ദുരിതങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആ ഒരു സാധനയുടെ പേരാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നമ്മേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും തളരുകയില്ല. അപ്പം തളരാത്ത ഒരാൾ അത്രയും മാനസികമായി ഉയർന്നാലെങ്കിലേ തളരാതിരിക്കുള്ളൂ. എന്താണെന്ന് പറയാത്തത്? ആ തലത്തിലേക്ക് എല്ലാ ഭക്തന്മാരും എത്തുന്നുണ്ടോ? അപ്പം അതൊന്ന് മനസ്സിലാക്കാലോ. നമുക്ക് എന്ത് വന്നിട്ടില്ല? ഭക്തി വന്നിട്ടില്ല. നമ്മൾ വെറുതെ ചടങ്ങ് ചെയ്തു പോവുകയാണ്. അതാണ് ഹിന്ദുക്കൾ ഈ ശരിക്കും ഭക്തി എന്താണെന്ന് പഠിച്ചിട്ടില്ല. നാമ ആവർത്തനമാണ് ഭക്തി എന്ന് വീണ്ടും 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 തലയിൽ ഉറപ്പിക്കണം. എന്താണ്? നാമം വെറുതെ ചൊല്ലല്ല, നാമം ആവർത്തിച്ച്. എന്തിനാ ഈ ആവർത്തിക്കുന്നത്? അപ്പോഴേ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ദുരിത ചിന്തകളുടെ വേരുകൾ ക്രമേണ ക്രമേണ അറ്റുപോവുകയുള്ളൂ. നമ്മളറിയാതെ അതങ്ങനെ അറ്റുപോകണം. താപത്രയോന്മൂലനം, താപങ്ങളുടെ ഉന്മൂലനം സംഭവിക്കണം. ഭാഗവതം തുടങ്ങുമ്പോൾ അങ്ങനെയാ പറയുന്നത്, ധർമ്മപ്രോച്ചിത ഇതപുത്രപരമോ നിർമ്മത്സരാണം സദം വേദ്യം വാസ്തവം വസ്തുജിപദം താപത്രയോന്മൂലനം. ആ താപത്രയങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ നാമത്തിൻ്റെ തീവ്രത അതിൻ്റെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പം നാമ ആവർത്തനമാണ് ഭക്തി. നാമ ആവർത്തനമാണ് ഭക്തി. പറയൂ, ഇത് എന്തിനാ ഞാൻ പറയിപ്പിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ തലയിലില്ല. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതാൽ അത് ഭക്തി ആവില്ല. അതാണ് കർമ്മണ കർമ്മ നിർഹാരം എന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ഇത്രയും കാലം അമ്പലത്തിൽ പോയി എന്നിട്ട് അവസാന കാലം എന്തേ ദുരിതം അനുഭവിച്ചത്. ഭക്തൻ ഒരിക്കലും ഒരു ദുരിതത്തിലും മാനസികമായി തളരുകയില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു ഭക്തരായി മാറുന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ആഗ്രഹമുണ്ടോ? എന്തു തന്നെ വന്നാലും ഒരു പുഞ്ചിരിച്ച് അതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ കിട്ടിയാൽ എന്തായിരിക്കും? എങ്ങനെ ഉണ്ടായിരിക്കും? അതല്ലേ നല്ലൊരു ജീവിതം? ആണോ? വേണോ വേണ്ടയോ? അതല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ ഹീ 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 പിന്നെ ഹൂ ഹൂ എന്ന് പറയേണ്ട അവസ്ഥ വരരുത്. ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ച് അയ്യോ എല്ലാം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴാണ് ആളുകൾ കളിയൊക്കെ ഇത്രയും കാലം അമ്പലത്തിൽ പോയിട്ട് ഈ കോലത്തിലാണല്ലോ ആയതെന്ന്. ഇതൊക്കെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഭക്തനൊരിക്കലും മാനസികമായി അവരൊക്കെ പറയൂ തളരുകയില്ല. തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തളർത്തുന്ന ചിന്തകളെ അവിടെ നിന്നും മാറ്റിയെടുക്കണം. അപ്പം അജാമിളൻ്റെ കഥ എന്താ പഠിപ്പിക്കുന്നത്? അജാമിളൻ കുറച്ച് കുഴപ്പക്കുരുത്തക്കേടൊക്കെ ചെയ്തു. അതിപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെയുള്ള ഒരാൾ ഒരു ദുരിതം, ആ കഥ എന്തിനാ പറഞ്ഞാൽ ഇങ്ങനെ ജീവിതത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയ ആൾക്ക് പോലും ആ ദുരിതങ്ങളെ മറികടക്കാൻ സാധിച്ചു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥയുണ്ടല്ലോ, ഇതൊരു വലിയ ന്യൂട്ടൺ സയൻസ് ഓഫ് ആക്ഷൻ എന്ന് പറയും. ഇതൊരു കർമ്മ സിദ്ധാന്തത്തെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ? കർമ്മം എന്ന് പറഞ്ഞാൽ
ആക്ഷൻ ആൻഡ് റിയാക്ഷനാണ് അല്ലേ? പ്രവൃത്തിയും അതിനുള്ള റിയാക്ഷനും, നിവൃത്തിയും അതിനുള്ള നിവൃത്തിയല്ല, അതിനുള്ള എന്താണ് തിരിച്ചു കിട്ടുന്ന ഓപ്പോസിറ്റ് റിയാക്ഷനും അല്ലേ? ആണോ അല്ലയോ? അപ്പം ന്യൂട്ടൺ പഠിപ്പിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ടുള്ള കർമ്മങ്ങളാണ്. 2 തരം കർമ്മങ്ങളുണ്ട്. ഒന്ന് ബാഹ്യമായ പ്രവൃത്തിയും 2 ആന്തരികമായ കർമ്മങ്ങളും. എന്താണ് മനസ്സിലായില്ല? ബാഹ്യമായ പ്രവൃത്തിയാണ് ഇപ്പം ന്യൂട്ടൻ്റെ പറയുന്ന ഗ്രാവിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പ്രകൃതിയിൽ നടക്കുന്നത്. അത് പ്രകൃതിയുടെ കർമ്മങ്ങളാണ്. എന്നാൽ അവിടം കൊണ്ട് തീരുന്നതല്ല കർമ്മങ്ങൾ. മനുഷ്യൻ്റെ മനസ്സും കർമ്മങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതായത് എന്ത് തരം ചിന്തകളാകുന്ന കർമ്മങ്ങളാണോ കൊണ്ട് നടക്കുന്നത്, ആ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും, റിഫ്ലക്ഷൻസ് ആയിരിക്കും ജീവിതത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്, എപ്രകാരമാണോ മനസ്സ് അപ്രകാരമായിരിക്കും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ഉള്ളിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ചിന്തകൾക്കനുസരിച്ചായിരിക്കും ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളെങ്കിൽ ഏത് തരം ചിന്തകൾ നിങ്ങൾ പരിശീലിച്ച് വയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ച് ജീവിത അനുഭവങ്ങളുടെ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടോ ഇത്? അപ്പോൾ ഉള്ളിലൊരു കർമ്മം ചെയ്യാനുണ്ട്. അതേത് കർമ്മമാണ്? ഇതിൻ്റെ പേരാണ് സാധനാ കർമ്മം. ഇതിൻ്റെ പേരാണ് അനുഷ്ഠാന കർമ്മം. അപ്പം കേവലം രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന കർമ്മം മാത്രം ചെയ്താൽ പോരാ. ഏതുകൂടെ വേണം? ഒരു അനുഷ്ഠാന കർമ്മവും ഡെയിലി കൊണ്ടു നടന്നാൽ മാത്രമേ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ മാറ്റി അവിടെ നല്ല ചിന്തകൾ വരുമ്പോഴാണ് ജീവിത അനുഭവങ്ങളുടെ റിയാക്ഷൻസിൻ്റെ കിട്ടുന്ന പ്രതികൂലമായ അനുഭവങ്ങളുടെയൊക്കെ തീവ്രത കുറഞ്ഞ് വരിക. ഇതൊരു പരമസത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഭാഗവതത്തിൽ കൃഷ്ണാവതാരം വരുമ്പോൾ പറയും, ഭക്തി ഉള്ളവരെ സംബന്ധിച്ച് ദുരിതങ്ങളുടെയൊക്കെ തീവ്രത വളരെ കുറവാണ്. അത് പറയാനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നല്ല മഴയുള്ള സമയത്ത് ഇപ്പോൾ ഇതുപോലുള്ള പൂഴി മണലുള്ള സ്ഥലത്ത് ഒരു പശുക്കുട്ടി നടന്നു പോയാൽ അതിൻ്റെ കാലിൻ്റെ കുളമ്പ് അടിയിൽ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു അടയാളം ഉണ്ടാവും കുളമ്പിൻ്റെ, ഇല്ലേ? ഉണ്ടാവില്ലേ? പതിയും. അതിൽ വെള്ളം മഴ പെയ്താൽ നിന്നാൽ ഇത് കടക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് നടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുമോ അതിനെ? കാരണം അത്ര നിസ്സാരമാണ്. അതുപോലെയായിരിക്കും മനോബലമുള്ളവർക്ക്, നിരന്തര അനുഷ്ഠാനമുള്ളവർക്ക് ദുരിതങ്ങളൊന്നും ഏൽക്കാതെ പോകുന്നാണ് പറയുന്നത്. അങ്ങനെയൊരു മാനസികാവസ്ഥ മനുഷ്യർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ് ജീവിതത്തെ. അപ്പോൾ ഒരാൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങളുടെ പ്രശ്നമല്ല ദുരിതം. അതിനെ മറികടക്കാനുള്ള, അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തിലേക്ക് മനസ്സിനെ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല, പണിയെടുത്തിട്ടില്ല. നമ്മൾ ബാഹ്യമായി പ്രാർത്ഥിച്ചു പോയി, അതാണ്ടായത്. അപ്പം അതുകൊണ്ട് ബാഹ്യമായി പ്രാർത്ഥിക്കാനല്ല ഭാഗവതം പറയുന്നത്, ആന്തരികമായി പരിശീലിക്കാനാണ് പറയുന്നത്. നിരന്തരമായ ഒരു അനുഷ്ഠാനം കൊണ്ടു നടന്ന് മനസ്സിനെ കരുത്തുള്ളതാക്കി തീർത്താൽ മാത്രമേ ഈ ദുരിതങ്ങളുടെ തീവ്രത കുറയുകയുള്ളൂ. ദുരിതം വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദുരിതത്തിൻ്റെ തീവ്രത കുറയണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പുറപ്പെട്ട ഒരു ദുരിതത്തെയും ആർക്കും ശ്രീരാമസ്വാമി അവതാര പുരുഷനാണ്. തൻ്റെ പത്നിയായ സീത പ്രസവിച്ച് 16 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളെ രാമൻ കാണുന്നത്. പ്രസവിച്ച പുത്രരെ കാണാൻ രാമന് പറ്റിയിട്ടില്ല, ആ ഉണ്ണികളെ കാണാൻ പറ്റിയിട്ടില്ല. സീതയെപ്പോലും ശ്രീരാമസ്വാമി കാണുന്നത് എത്ര വർഷം? 16 വർഷം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 16 വർഷം സ്വന്തം മക്കളെ കാണാൻ സാധിക്കാത്ത അവതാര പുരുഷൻ്റെ മുന്നിൽ പോയി നിങ്ങൾ സങ്കടങ്ങൾ പറയുമ്പം ശ്രീരാമസ്വാമി പറയും, എൻ്റെ കഥ ഇന്ന് നല്ലോണം വായിച്ചിട്ട് വരുമെന്ന്.
കാരണം ഞാൻ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. അമ്മാവനെ ഭയന്ന് അമ്മാവൻ കാരണം ജയിലിൽ ജനിക്കേണ്ടി വന്ന അവതാരമാണ് ആര്? കൃഷ്ണൻ. സ്വന്തം കുലത്തിലെ മക്കൾ ഉണ്ടാക്കി വെച്ച ശാപത്തിൽ നിന്നും ഇരുമ്പ് കഷ്ണം, അതിൽ നിന്നുണ്ടാക്കിയ അസ്ത്രം കൊണ്ട് മരിക്കേണ്ടി വന്ന അവതാര മൂർത്തിയാണ് കൃഷ്ണൻ. നിങ്ങൾക്കറിയോ? അമ്മാവൻ കാരണം ജയിലിൽ, മക്കൾ കാരണം മൃത്യു. മരണത്തിന് കാരണമായത് ഈ മക്കൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ശാപത്തിൽ നിന്നുമുണ്ടായ ഇരുമ്പ്. കേട്ടില്ലേ? അതൊക്കെ കാണും, ഏകാദശ സ്കന്ധത്തിൽ കാണും. അതിൻ്റെ ഒരു കഷ്ണം അമ്പാക്കി മാറ്റി അതൊരു വേടനു കൃഷ്ണൻ്റെ കാലിലേക്ക് അയക്കുന്ന അവിടെ മുതലാണ് കൃഷ്ണൻ്റെ ശരീരത്യാഗവും വരുന്നത്. ആണോ? കഥകൾ അങ്ങനെയല്ലേ? സ്വന്തം വീട്ടിൽ നിന്നാണ്. ജനനത്തിനും കാരണം വീട്, മരണത്തിനും കാരണം ആ കൃഷ്ണൻ്റെ മുന്നിൽ ചെന്നിട്ട് ദുരിതം പറഞ്ഞ കൃഷ്ണൻ പറയും, എൻ്റെ ചരിത്രം നല്ലോണം വായിക്കുമെന്ന്. ഏതവതാരങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചാലും അവരും ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. പക്ഷെ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ അനുഷ്ഠാനത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്കും ഇതിനെയെല്ലാം നേരിടാനുള്ള ഒരു ഉൾബലം നേടിക്കഴിഞ്ഞാൽ ദുരിതങ്ങളൊന്നും ദുരിതങ്ങളല്ല. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഭഗവാനോട് ഒരിക്കലും ദുരിതം തരരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തർക്കും വേണ്ടുന്ന കോട്ടകൾ ഓൾറെഡി നിങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആമസോൺ അതിന് ഡെലിവറി ചെയ്യുക മാത്രമേ വേണ്ടൂ. നിങ്ങളെല്ലാം സാധനം സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റും ചെയ്ത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നത് കൃത്യം അഡ്രസ്സ് കറക്റ്റാണെങ്കിൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ അഡ്രസ്സ് തെറ്റില്ല. അത് കൃത്യം അവർ ഡെലിവറി ചെയ്തിട്ട് പോവും. ഇതുപോലെ നമുക്ക് വരാനുള്ള കഷ്ടപ്പാടുകളൊന്നും വഴിയിലൊട്ടും തങ്ങില്ല. അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ട് ഈ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നവരിലൊരു മാറ്റം ഉണ്ടാവണം. ദുരിതങ്ങൾ ഉണ്ടാവരുത്, കൃഷ്ണ എനിക്കൊരു ദുരിതവും തരരുത് എന്നല്ല പറയേണ്ടതെല്ലാം എന്നും ആ നാമജപത്തിലൂടെ എൻ്റെ മനസ്സിനെ കൂടുതൽ കരുത്തുള്ളതാക്കാൻ സാധിച്ചാൽ ആ കരുത്തുള്ള മനസ്സിൽ ദുരിതങ്ങൾ തട്ടുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. എവിടെയാ ദുരിതങ്ങൾ വന്ന് തട്ടുന്നത്? മനസ്സിലാണ്. ആ മനസ്സിന് കരുത്തു കൂടുന്തോറും ആ തട്ടുന്നതിൻ്റെ ആഘാതം കൂടിയാലും തീവ്രത കൂടിയാലും ആ കട്ടിയുള്ളൊരു മനസ്സിനെ അതൊന്നും ബാധിക്കില്ല.